ൊക്കെ ഞാൻ ചർച്ച ചെയ്തപ്പോ ഇതിന്റെ ഈ പ്രശ്നം അത്രയും വലിയൊരു പ്രശ്നമായിട്ട് ഉള്ളൊരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ വരാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ് ആന്ന് പറഞ്ഞ് നമ്മൾ പബ്ലിക്കിൽ നടക്കുന്നതില് പിന്നെ വലിയ പ്രശ്നമാണ്. പ്രശ്നം പറഞ്ഞ പ്രശ്നം വേറൊരു പ്രശ്നമാവും. അപ്പൊ പ്രശ്നമായി മാറുമ്പോ പിന്നെ അത് പിന്നെ പ്രശ്നമാകുമ്പോ പ്രശ്നമാകും. ആട് വലിച്ചതാടോ. എന്താ അവന്റെ അവസ്ഥ. ഇവൻ വിചാരിച്ചെന്താ അറിയോ, ഈ ട്രാൻസ്ജെൻഡറിന്റെ ഇത് നടക്കുമ്പോ, ആ മാർച്ച് നടക്കുമ്പോ ഇവൻ അതിന്റെ മുമ്പിലോട്ട് പോയാ ഇവനെ പിടിച്ചിട്ട് അവിടുത്തെ പ്രസിഡന്റ് ആക്കുന്ന ഇപ്പൊ വിചാരിച്ചു. അപ്പൊ ആള് മാറിയടോ. ഇവരവിടുന്ന് ഊക്കി വിട്ടിക്കണേ, ഊക്കും കെട്ടിട്ട് വന്നിരുന്നു. ഇവിടെ കയ്യിലെ മൊബൈല് ശ്രദ്ധിച്ചു ഞങ്ങള് 13 Pro Maxന് 17 Pro Maxന്റെ കവർ ഇട്ടിട്ട്, അതായത് ഈ പട്ടിനെ ആടാക്കുന്നതും ആടിനെ പട്ടിയാക്കി മാറ്റുന്ന ഒരു പരിപാടി. അതാണ് ഇപ്പൊ ഇവനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആണായ ലീലാകൃഷ്ണൻ പെണ്ണായിട്ട് ലീലാമണി ആവാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അത് ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ എന്റെ മൊബൈലോ ഇവൻ ചാമ്പിക്കൊണ്ട്. അപ്പൊ ആ കയ്യിലിരിക്കുന്ന മൊബൈലും ഇവനും ഒക്കെ ഫേക്കല്ലേ, ഫേക്ക് ഫണ്ട് അല്ലേ അവൻ അല്ലേ. അപ്പൊ അവന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കാം. എന്നിട്ട് അവിടെ പോയി നിന്നിട്ട് അവ പതുക്കെ പട്ടിഷോ കാണിക്കാൻ വിചാരിച്ചതാ. ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് നാലിതൊക്കെ പറഞ്ഞ് ബാരിക്കേഡ് തകർത്ത് ഉള്ളിൽ കയറി അവിടുന്ന് അതേപോലെ തന്നെ പിടിച്ച് പുറത്തേക്ക് പാവം നാണം കെട്ടി ലഭ്യമായിട്ട് വരുന്നുണ്ട്. എന്തിനാടാ ഈ പണിക്ക് വെക്കണ്? അണക്ക് പറഞ്ഞ പണിയില്ലേ. എന്നിട്ട് പറയണേ കൊണ്ടന അളിയാങ്ക വന്നിട്ടില്ല, അളിയാങ്കാനെ മറ്റേ ഷാപ്പിലേക്ക് വിട്ടിക്ക. അത് നന്നായി പണിക്ക് പോയത്. അല്ല അവനും ഇല്ല ഒരു ഉടുപ്പും, അണക്കും ഇല്ല. പിന്നെ ഇപ്പൊ രണ്ടും അങ്ങനെ തന്നെയല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവ ഉണ്ടാക്കാൻ വേണ്ടി വന്നിക്ക. ഇപ്പൊ പത്രസമ്മേളനത്തിനൊക്കെ പോയിരിക്കണ്ടായിരുന്നു ഈ ഇതിൽ കയറി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ അവസ്ഥ. അവിടെ മണിയുള്ളവരെടുക്കൂലടാ, മണിയില്ലാത്തവരെടുക്കുള്ളൂ. എല്ലാവർക്കും അറിയാം അവിടെ ഒരു തോക്കും രണ്ടുണ്ട് എൻ്റെ അടുത്തുണ്ടെന്ന്. അത് ഇജ്ജ് മറച്ചു വെച്ചിട്ട് ഈ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ പരിപാടി അവിടെ നടക്കൂല. ലീലാകൃഷ്ണ പഴയ കുറ്റിപ്പുറം പാലൊന്നും അല്ല ഇപ്പൊ, ആൾക്കാരൊക്കെ മാറിയിരിക്കണു. അവരുടെ കയ്യിലെ മൊബൈൽ നോക്കുക കേട്ടോ, 13 Pro Max കവർ 17 Pro Maxന്റെ. എന്നിട്ട് അതിട്ടിട്ടേ പറ്റിക്കണ്. അപ്പൊ ഇവനും അതുപോലെ തന്നെ ഇല്ലേ ആണ്. എന്നിട്ട് ഞാൻ പെണ്ണാട് ഞാൻ മാറ്റി എന്ന് പറഞ്ഞിട്ട് മുറിച്ച് കിടക്കി. ഇതെന്താ മറ്റേ ഉപ്പേരി കഷ്ണല്ലേ അത് ചെത്തി കളഞ്ഞിട്ട് പിറ്റേ ദിവസം ഉണങ്ങിയിട്ട് ഇതുണ്ടാക്കാന്. ഇവനെന്താ മറ്റേ ഈ പ്ലാവിനെ തെങ്ങിലേക്ക് ഇത് ചെയ്യാണല്ലോ, ഒട്ടിച്ച് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞാൽ അതാണ്ട് ശരിയാവാന്. നോണയും പറഞ്ഞിട്ട് നായി അവിടെ പോയിട്ട് നല്ലോണം ആക്കി. ആൾക്കാർ ബെയിഡാക്കിയില്ല. ഇപ്പൊ വിചാരിച്ചതേ അവിടെ പോയിട്ടൊന്ന് ഷോ കാണിക്കാം, എന്നിട്ട് ഒരു 10 വീഡിയോ എടുത്തിട്ട് ഇനി ഒരു 10 ദിവസത്തിന് അങ്ങനെ നടക്കാൻ വിചാരിച്ച. എന്താ നല്ല കാലം നോമ്പായി പോയത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് ബീവി ആയിട്ടാ പോയിക്കണ്. നോമ്പ് കഴിഞ്ഞാവും ദേവിയാവും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ആരെങ്കിലും ഊക്കി വിട്ട് കഴിഞ്ഞാല് പിന്നെ മൂദേവിയാവും. അതവന്റെ അവസ്ഥ. ഒരു നാണല്ലാത്ത കൈത. സത്യത്തില് പാടത്ത് വെക്കണ മോട്ടർ തന്നെ അടച്ച്. പാടത്ത് വെക്കണ മോട്ടർ ഉണ്ടല്ലോ, പെട്രോളും വന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് മണ്ണെണ്ണയിലേക്ക് അത് തട്ടും. അതാണ് എന്റെ അവസ്ഥ. അനക്ക് ഏത് വർഷം ശരിയാ അല്ലടാ. നിങ്ങൾ രണ്ടാള് ഇപ്പൊ അളിയാങ്കി അതായത് അണ്ടിള്ള അളിയാങ്ക അണ്ടിള്ള താത്ത, അങ്ങനെ രണ്ടാള് സെറ്റ്. ബാക്കി 2 എണ്ണം എന്തിന്റെ കൂട്ടത്തില് ഇപ്പൊ പോണത്? എള്ള ഉണങ്ങണത് എണ്ണക്ക, അതിന്റെ പിന്നാലെ കുറിഞ്ചാത്തൻ എന്തിനാ ഉണങ്ങണ്? അതൊക്കെ അറിയുന്നില്ല. അല്ല ഇങ്ങളെ പാടായി കാണുമ്പോ തന്നെ എന്തോ